Hey guys! നമ്മുടെ പ്ലസ് ടുവിലെ മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെട്രിസസ് കമ്പാരിറ്റീവ്ലി പ്ലസ് ടുവിലെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്തായാലും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കിയേ, AIJ is equal to I plus 2J ഇങ്ങനെ ഒരു മെട്രിക്സിന്റെ ഒരു ഫോം നിങ്ങൾക്ക് തന്നാൽ, ഒരു ജനറൽ ഫോം തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മെട്രിക്സ് ഉണ്ടാക്കാൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, 3/2 മെട്രിക്സ് ആണ് വേണ്ടത്. ഓക്കെ, 3/2 മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോസും 2 കോളംസും ഉള്ള മെട്രിക്സ് ആണ്. അപ്പൊ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും വരിക? A11 A12 അവിടെ നിർത്തുക. കാരണം എന്താ, 2 കോളംസേ ഉള്ളൂ. പിന്നെ A21 A22 A31 A32 ഇതായിരിക്കും നമ്മുടെ മെട്രിക്സിന്റെ ഫോർമാറ്റ് വരുന്നത്. ശരിയാണല്ലോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു മെട്രിക്സ് A ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. സോ ഇതിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഈ ഐയും ജെയും ഉള്ള റിലേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. സോ A11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 2 × 1. അപ്പോൾ 1 + 2 എന്തായി? 3. എങ്ങനെയാ വന്നേ? ഈ ഐക്ക് പകരം 1 ഇട്ട് കൊടുത്തു, ജെയ്ക്ക് പകരം ഇവിടുത്തെ 1 ഇട്ട് കൊടുത്തു. സോ 3 ആണെന്ന് കിട്ടി. ഇനി A12 എന്ന് പറഞ്ഞാൽ എന്താ? 1 + 2 × 2 4 which is equal to 5. ഇനി A21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 2 4 ആണ്. കാരണം I2 ഉം J1 ഉം ആണ്. ഇനി A22 എന്ന് പറഞ്ഞാൽ എന്താ? I2 ആണ്, J ഉം 2 ആണ്. അപ്പോൾ 2 + 2 × 2 4 which is equal to 6 വന്നു. ഓക്കെ, ഇനി A31 എന്ന് പറഞ്ഞാൽ എന്താ? 3 + 2 + 2 5 വരും. A32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 + 4 വരും, 7 വരും. കിട്ടി, എല്ലാ എലിമെന്റ്സും നമുക്ക് കിട്ടി. ഇതിനൊക്കെ കൂടെ മെട്രിക്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സോ ഇവിടെ നോക്കിയേ, A11 എന്ന് പറഞ്ഞാൽ 3 ആണ്, 5 ആണ് A12, A21 4 ആണ്, ഇത് 6 ആണ്, 5 ആണ്, 7 ആണ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ റിലേഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. ചിലപ്പോൾ മോഡുലസ് ഒക്കെ ഉണ്ടാവും. മോഡുലസ് ഓഫ് I + 2J അല്ലെങ്കിൽ I + 2J ആണെങ്കിൽ മോഡിന്റെ ആവശ്യമില്ല, അല്ല I - 2J ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ മോഡ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് വരും. I - 2J എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ അതിന്റെ മോഡുലസ് എടുക്കുക, പ്ലസ് മാത്രം വാല്യൂ മാത്രം എടുത്തിട്ട് മെട്രിക്സ് ഉണ്ടാക്കുക. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സി, രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണ്, അങ്ങനെയാണെങ്കിൽ എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെന്ന് പറയുന്നത് അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റ്സ് സെയിം ആയിരിക്കണം. അതായത് ഇവിടെ 4ന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ A11 ആണ്, ഇവിടെ വൈയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ A11 ആണ്. രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെങ്കിൽ രണ്ടിന്റെയും 1 പൊസിഷനിലുള്ള അല്ലെങ്കിൽ 1 പൊസിഷനിലുള്ള എല്ലാ എലമെന്റ്സും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ഈസി ആയിട്ട് കിട്ടും? 4 = y, x = 1. കണ്ടോ? എക്സിന്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 4 ആണ്. സിമ്പിൾ ആയിട്ട് രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള വാല്യൂസ് ഈക്വൽ ആണ്. ഇതേ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണ്, അങ്ങനെയാണെങ്കിൽ A, B, C എന്ന് പറഞ്ഞ 3 വേരിയബിൾസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ടാസ്ക്. നോക്കിയേ മക്കളെ, ഇവിടെ A + B + C is equal to 11 എന്നുള്ള ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നോക്കിയേ, A + C = 7 ആണ്. ഇവിടെ നോക്കി എയും സിയും ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ഒന്നിച്ച് എഴുതിയിട്ട് A + C + B is equal to 11 എന്ന് എഴുതാലോ. ആ A + Cക്ക് പകരം എന്ത് കൊടുക്കാം? 7 ആണെന്ന് കൊടുക്കാം. സോ 7 + B = 11 എന്ന് പറഞ്ഞാൽ B is equal to 11 - 7, B is equal to 4 എന്ന് കിട്ടും. B4 കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഈ മൂന്നാമത്തതിൽ ഇട്ട് കൊടുക്കാം. B4 ആണെങ്കിൽ 4 + C 9 ആയിരിക്കും, C എന്തായിരിക്കും? 5 ആയിരിക്കും. 9 - 4. ബിയും സിയും കിട്ടിക്കഴിഞ്ഞാൽ A കിട്ടത്തില്ലേ? യെസ്, A + 5 is equal to 7. അപ്പൊ A എത്രയാ? 2 ആണ്. ഓക്കെ, ഇത് മൂന്നും ആണ് നമ്മുടെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. കണ്ടോ? B is equal to 4, C is equal to 5, A is equal to 2. വെരി സിമ്പിൾ. യെസ്, അപ്പോൾ ഇക്വേഷൻ ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്നത് ഇതാണ്, ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള നോളജ്. ഇനി x + y എന്ന് പറയുന്ന ഒരു മെട്രിക്സും x - y എന്ന് പറഞ്ഞ് വേറൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x മെട്രിക്സും y മെട്രിക്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. സോ ഇവിടെ നോക്കിയടാ, നമ്മൾ സാധാരണ ഇപ്പം x + y is equal to 2 അല്ലെങ്കിൽ x - 2y is equal to 4, ഈ രണ്ട് ഇക്വേഷൻസ് തന്നിട്ട് ഇതിൽ നിന്ന് എക്സും വൈയും സോൾവ് ചെയ്യാൻ നമ്മളെടുത്ത് പറയാറുണ്ട്. നമ്മൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് അതേപോലെ നമുക്ക് ഇതും സോൾവ് ചെയ്യാം. അപ്പൊ ഇതേപോലെ ആണെങ്കിൽ ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ആൾജിബ്രൈക് ഫോമിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ഒന്നിൽ നിന്നൊന്ന് മൈനസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് രണ്ടിലും എക്സ് ക്യാൻസൽ ആയി പോകും. എന്നിട്ട് y കണ്ടുപിടിക്കും, വൈനെ എടുത്ത് നമ്മൾ എക്സിൽ ഇട്ടിട്ട് എക്സ് കണ്ടുപിടിക്കും. അതാണ് നമ്മുടെ പ്രൊസീജിയർ. സെയിം പ്രൊസീജിയർ ഇവിടെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. x + y എന്ന് പറയുന്ന മെട്രിക്സ് എത്രയാണ്? 7025 ആണ്. ഓക്കെ, x - y എന്ന് പറയുന്ന മെട്രിക്സ് 3003 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ കോഎഫിഷ്യൻസ് ഒക്കെ സെയിം ആയതുകൊണ്ട് നമ്മൾ സേഫാ. കാരണം ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സും എക്സും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് 2y എന്ന് കിട്ടും അല്ലേ? y - y. അപ്പൊ എന്ത് വരും? y - y, y + y ആവും, 2y ആകും അല്ലേ? ഇവിടെ എന്താവും? x - x 0 ആയി പോയി. ഈക്വൽ ടു ഇത് സബ്ട്രാക്ട് ചെയ്തേ. 7 - 3 7 - 3 4 ആണ്. 0 - 0 0, 2 - 0 2, 5 - 3 2. ഇതാണ് നമുക്ക് 2y വരിക. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? y മതി. എന്ന് പറഞ്ഞാൽ മെട്രിക്സിലുള്ള എല്ലാ എലമെന്റിനെയും നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 2 0 1 1
ഇതായിരിക്കും നമ്മുടെ y. കിട്ടിയില്ലേ? സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പോൾ ഈ കേസിൽ ഞാൻ പറഞ്ഞതുപോലെ എളുപ്പമാണ്. കാരണം എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ എന്നുള്ള കോഎഫിഷ്യൻസ് സെയിം ആയിട്ട് വന്ന കേസാണ്. സപ്പോസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3യും ഒരു 2x പ്ലസ് 3y ഈക്വൽ ടു 4 ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക? അതിപ്പോൾ ഒന്ന് സബ്ട്രാക്ട് ചെയ്താലും വേരിയബിൾസ് ഒക്കെ മാറാണ്ട് പോകും അല്ലേ? 2x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് വരും, ഇവിടെ ഒരു y വരും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കോഎഫിഷ്യൻസ് സെയിം ആവും. അത് വെച്ച് ക്യാൻസൽ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇവിടെ നമ്മൾ y കണ്ടുപിടിച്ചു. ഇതേ ഫോമാറ്റിൽ നമുക്ക് x കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ 1 മൈനസ് 2 ആണ് ചെയ്തെന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് 1 പ്ലസ് 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ നോക്കാം? ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം എക്സ് പ്ലസ് എക്സ് 2x വരും. 2x പ്ലസ് y പ്ലസ് മൈനസ് y എന്തായി പോയി? 0 ആയി പോയി. ഈക്വൽ ടു ഈ രണ്ട് മെട്രിക്സസ് ആഡ് ചെയ്തേ. 7 പ്ലസ് 3 10 വരും. 0 പ്ലസ് 0 0 വരും. 2 പ്ലസ് 0 0 വരും. 5 പ്ലസ് 3 8 വരും. സോറി 2 പ്ലസ് 0 2 വരും. ഇവിടെ 8 വരും. ഇതും 2x ആണ്. നമുക്ക് x ആണ് വേണ്ടത്. x is equal to 5014. കണ്ടോ? എക്സും വൈ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ എ മൈനസ് 2y എന്ന് പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മെട്രിക്സ് എയും ഐയും തന്നിട്ടുണ്ട്, ഐഡന്റിറ്റി മെട്രിക്സ് തന്നിട്ടുണ്ട്. നമ്മൾ കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ എ മൈനസ് 2y എന്നുള്ള റിലേഷൻ ആണ്. അതിൽ നിന്ന് നമ്മൾ കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്നത് എ സ്ക്വയർ മൈനസ് കെ എ പ്ലസ് 2y ഈക്വൽ ടു 0 ആണ് എന്ന് പ്രൂവ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ ചെയ്താൽ മതി. സിമ്പിളാണ്. എ സ്ക്വയർ കണ്ടുപിടിക്കുക. എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു എ 3 മൈനസ് 2 4 മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 2 4 മൈനസ് 2 മൾട്ടിപ്ലൈ ചെയ്യുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ. യെസ്, ഫസ്റ്റ് റോ എടുക്കുന്നു, ഫസ്റ്റ് കോളം എടുക്കുന്നു. സോ 3 ഇൻറ്റു 3 9 മൈനസ് 8 വരും അല്ലേ? പിന്നെ 3 ഇൻറ്റു സെക്കൻഡ് കോളം എടുക്കുക. 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6 മൈനസ് 2 ഇൻറ്റു മൈനസ് 2 പ്ലസ് 4 ആണ്. പക്ഷേ പ്ലസ് 4 ആണ്, ഇങ്ങനെ എഴുതാം. ഇനി 4 ഇൻറ്റു 3 12 ആണ്. മൈനസ് 2 ഇൻറ്റു 4 മൈനസ് 8. ഇനി 4 ഇൻറ്റു മൈനസ് 2 മൈനസ് 8 മൈനസ് പ്ലസ് വരും. മൈനസ് 2 ഇൻറ്റു മൈനസ് 2 ആണ്, പ്ലസ് വരും. ഓക്കെ, സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 12 മൈനസ് ഇത് 4 വരും. മൈനസ് 8 മൈനസ് 4 മൈനസ് 4 വരും. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ മൈനസ് കെ എ ഇസ് ഈക്വൽ ടു 2i എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു എ എത്ര എടുക്കാം? 3 മൈനസ് 2 4 മൈനസ് 2 ഇൻറ്റു കെ അല്ലേ വേണ്ട, മൈനസ് 2i 2002. ക്ലിയർ? അപ്പോൾ ഇവിടെ കെ ഉണ്ട്. ഓക്കെ, കെയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഇത് മൊത്തം നമ്മൾ സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മൊത്തം സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കെനെ നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും കെ വരും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ വെച്ച് നമുക്ക് കെ കണ്ടുപിടിക്കാൻ പറ്റും ആക്ച്വലി. അതായത് ഇപ്പം ഞാൻ ഈ കെനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 3k വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 ഇസ് ഈക്വൽ ടു 3k മൈനസ് 2 എന്ന് കിട്ടും. അതെവിടുന്നാ നോക്കിയേ, നമ്മൾ ഈ മെട്രിക്സ് ഒക്കെ ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഇവിടെയുള്ള 1 എന്ന് പറയുന്ന പൊസിഷൻ ഈക്വൽ ടു ഇവിടെയുള്ള 3k മൈനസ് 2. അത് മാത്രം എടുത്താൽ മതി. കാരണം ഈ കെ ഉള്ളിലോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്താലും നമ്മൾ ഏതൊക്കെ രീതിയിൽ ചെയ്താലും കെ എന്ന് പറയുന്ന വാല്യൂ ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. സോ 1 ഇസ് ഈക്വൽ ടു 3k മൈനസ് 2 എന്ന് എഴുതി കഴിഞ്ഞാൽ 3k ഇസ് ഈക്വൽ ടു 3, k ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ക്ലിയർ? യെസ്. ഇനി നമുക്ക് മെട്രിക്സിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സ്ക്വയർ മെട്രിക്സിനെ എങ്ങനെയാണ് സം ഓഫ് എ സ്ക്യൂ സിമെട്രിക് ആൻഡ് സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതുന്നത് എന്നുള്ളതാണ്. സോ വാട്ട് ഇസ് സിമെട്രിക് മെട്രിക്സ്? നമ്മൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അതേ മെട്രിക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ അതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമ്മൾ എടുത്ത മെട്രിക്സിന് നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പോൾ നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ഏതൊരു സ്ക്വയർ മെട്രിക്സിൻ്റെയും കൂടെ അതിൻ്റെ തന്നെ ട്രാൻസ്പോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഇതൊരു റിസൾട്ട് ആണ്. അപ്പോൾ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മെട്രിക്സ് ബിനെ അതിൻ്റെ സ്ക്യൂ സിമെട്രിക്കും സിമെട്രിക്കും ആയിട്ടുള്ള ഹാഫ്സ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയാമോ? ബി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും? ഈ വന്നേക്കുന്ന ഇതാണ് സിമെട്രിക് മെട്രിക്സ് അല്ലേ? ഇവിടെ കാണിക്കുന്ന ഇതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. വെരി സിമ്പിൾ. ട്രാൻസ്പോസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 2 മൈനസ് 1 1 മൈനസ് 2 3 മൈനസ് 2 മൈനസ് 4 4 മൈനസ് 3. ഇതാണ് ബി ട്രാൻസ്പോസ്. ഇനി ബി പ്ലസ് ബി ട്രാൻസ്പോസ് എഴുതിക്കേ. ബി പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബി, ഇതാണ് ബി ട്രാൻസ്പോസ്. രണ്ടും കൂടെ ആഡ് ചെയ്ത മക്കളെ
2 plus 2. 2 plus 2 is equal to 4. Minus 2, minus 1, minus 3, minus 4 plus 1, minus 3. Okay. ഇനി minus 1, minus 2, minus 3. 3 plus 3, 6. 4, minus 2. 4 minus 2, 2. 1, minus 4, minus 3. Minus 2, plus 4. അപ്പോൾ 2 വരും. മൈനസ് 3, മൈനസ് 3. അപ്പോൾ മൈനസ് 6 വരും. ഇതാണ് നമ്മുടെ ബി പ്ലസ് ബി ട്രാൻസ്പോസ്. ഇനി നമുക്ക് വേണ്ടത് ബി മൈനസ് ബി ട്രാൻസ്പോസ് ആണ്. ഓക്കെ, നമുക്ക് മെട്രിക്സ് ഒന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് എഴുതിയേക്കാം അല്ലേ. സോ 2 minus 2 minus 4. 2 minus 2 minus 4. Minus 1, 3, 4. 1 minus 2 minus 3. ഇത് നമ്മൾ ട്രാൻസ്പോസ് ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. 2 minus 1, 1. Minus 2, 3. Minus 2. Minus 4, 4. Minus 3. ഓക്കെ, ഇതാണ് ട്രാൻസ്പോസ് വരുന്നത്. സബ്ട്രാക്ട് ചെയ്തേ. 2 minus 2, 0. Minus 2, minus minus 1. അപ്പോൾ മൈനസ് 1 വരും. Minus 4, minus 1, minus 5. Minus 1, minus minus 2. അപ്പോൾ പ്ലസ് 1 വരും. 3 minus 3, 0. 4 minus minus 2. അപ്പോൾ എത്ര വരുന്നത്? 6 വരും അല്ലേ. ഇനിയോ 1 minus minus 4, 5 വരും. പിന്നെയോ minus 2, minus 4, minus 6, minus 3, minus 3. അപ്പോൾ 0 വരും. ഇതാണ് നമ്മുടെ ബി മൈനസ് ബി ട്രാൻസ്പോസ് പറഞ്ഞ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇനി നമ്മൾ ഇതിന്റെ ഹാഫ് എടുക്കുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഹാഫ് ബി പ്ലസ് ബി ട്രാൻസ്പോസ്, ഹാഫ് ബി പ്ലസ് ബി ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ്. ഒന്ന് എടുത്തേ, എന്താ വരിക? ഇവിടെ എല്ലാത്തിനും നമ്മൾ ഹാഫ് വെക്കുക അല്ലേ. സോ എന്ത് വരും? 4/2, 2. 2 minus 3/2, minus 3/2. ഇവിടെയോ minus 3/2, 3, 1 വരും. ഇവിടെയോ minus 3/2, 1, minus 3. ഇതാണ് ഹാഫ് ബി പ്ലസ് ബി ട്രാൻസ്പോസ്. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഇവിടെയുള്ള ബി മൈനസ് ബി ട്രാൻസ്പോസിന്റെ ഹാഫ് എടുക്കണം. 0 minus 1/2, minus 5/2, 1/2, 0, 3, 5/2, minus 3, 0. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? മെട്രിക്സ് ഒന്ന് നോക്കി. 2 plus 0, 2. Minus 3/2, minus 1/2. അപ്പോൾ minus 3, minus 1, minus 4. Minus 4/2, minus 2. Minus 3/2, minus 5/2. അപ്പോൾ minus 8/2, minus 4. ഓക്കെ, minus 3/2 plus 1/2. അപ്പോൾ minus 2/2 ആണ് minus 1. 3 plus 0, 3. 1 plus 3, 4. Minus 3/2 plus 5/2. അപ്പോൾ എന്ത് വരും? 2/2. 2/2 1 ആണ്. 1 plus minus 3, minus 2 വന്നു. പിന്നെയോ minus 3 plus 0, minus 3 വന്നു. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഓൾറെഡി ബി മൈനസ് ബി ട്രാൻസ്പോസ് അല്ല, ബി നമ്മൾ എഴുതിയിട്ടുണ്ട്. അതെന്തെങ്കിലും ചെക്ക് ചെയ്തേ. 2 minus 2 minus 2 minus 3, 4. യെസ്, കിട്ടി. ഹാഫ് ബി പ്ലസ് ബി ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ്. ഇതാണ് ഒരു മെട്രിക്സിനെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഓർഡറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ മെട്രിക്സിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിക്കുക, മിടുക്കരായിട്ട് വരിക.